ചതി, വഞ്ചന, ഇത് ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല അല്ലേ. നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിച്ച ഒരു സുഹൃത്ത്, നമ്മളെല്ലാ കാര്യവും നമ്മൾ ഷെയർ ചെയ്യുന്നു, തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന ഒരു സുഹൃത്ത് നമ്മെ ചിലപ്പോൾ നാം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചതിക്കുമ്പോൾ, വിശ്വസിച്ച് വഞ്ചിക്കുമ്പോൾ ആ വേദന നമുക്ക് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കാറുണ്ട് അല്ലേ പലപ്പോഴും. പക്ഷേ ഈ വേദന ഒരുപാട് കാലം നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കും, ഇത് നമ്മെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും, ശരിയല്ലേ? അപ്പോൾ ആ സുഹൃത്തിനോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ ആ വേദനയിൽ നമുക്ക് പുറത്ത് കടക്കാൻ കഴിയും. അതിനു പകരം നമ്മൾ അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ദോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിതഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണ് എങ്കിൽ നമ്മളത് ക്ഷമിക്കുക. ഒരാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിലുണ്ടായാൽ ആ വേദന പൊറുക്കാൻ നമുക്ക്, പക്ഷേ മറക്കരുത്. ഈ പൊറുക്കുന്നത് എങ്ങനെയായിരിക്കണം? അവരോട് ക്ഷമിച്ചിട്ടായിരിക്കണം. മറക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ വീണ്ടും അതുപോലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ചു വരുന്ന ഈ ചിന്തകൾ നിങ്ങളെ ഡിപ്രഷനിലേക്കും നിങ്ങളെ രോഗത്തിനും അടിമയാക്കും. അതുകൊണ്ട് അത്തരം ആളുകളോട് മനഃപൂർവ്വം ക്ഷമിക്കുക.